സുധീഷ്, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കയറി വലിയൊരു ആക്രമണം നടത്തി. ഏതാണ്ട് 1000 മുകളിൽ ഇസ്രയേലികളെ കൊലപ്പെടുത്തി. അതിൽ വിദേശികളുണ്ടായിരുന്നു. കുറേ സ്ത്രീകളെയും ഒക്കെ ബന്ദികളാക്കി. കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെക്കുകയായിരുന്നു. അന്നത്തെ വീഡിയോകളൊക്കെ ഭയാനകമായ വീഡിയോകളായിരുന്നു. കിരാതമായി. അതെ, ഭയാനകമല്ല, കിരാതമായി. അതെ. അപ്പോൾ അങ്ങനെ അതിനുശേഷം 2 വർഷം കഴിഞ്ഞു. ഈ ഒക്ടോബർ 7 2 വർഷം പിന്നിട്ടു. ഇപ്പോൾ ഹമാസ് ഇസ്രയേൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കരാറ് ആയിരിക്കുകയാണ്. ബന്ദികളെ കൈമാറൽ, വെടിനിർത്തൽ, ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷം കേരളത്തിൽ നന്നായി പ്രതിഫലിച്ചിരുന്നു. ഓരോ സമയവും ഹമാസ് അനുകൂല പരിപാടികൾ, ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിക്കൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ ഹമാസ് അനുകൂലികൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത് ഹമാസിൻ്റെ വലിയൊരു വിജയമാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഹമാസ് പോരാടി നേടിയ വിജയം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? പ്രത്യക്ഷത്തിൽ ഹമാസ് അനുകൂല വിജയം തന്നെയല്ലേ. 250ഓളം ബന്ദികളെ കൊണ്ടുപോയതായിരുന്നു ഹമാസ്. അവരെവിടെയായിരുന്നു എന്ന് അറിയില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് പേരെ ഇടയ്ക്ക് ഒന്ന് വിട്ടുകിട്ടി. ഇപ്പോൾ 20 ബന്ദികളാണ് ജീവനോടെ കൈമാറിയിരിക്കുന്നത്. 28 മൃതശരീരങ്ങളും. ബാക്കി പ്രത്യേകിച്ച് വലിയ അനക്കമൊന്നുമില്ല. അതിന് പകരമായിട്ട് 2000 പലസ്തീനിയൻ പോരാളികളല്ലേ തിരിച്ചു കിട്ടുന്നത്, അവരുടെ ഭാഷയിൽ പറഞ്ഞു. അതെ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് പാലസ്തീനിന് അനുകൂലമായിട്ട് തന്നെയല്ലേ ശരിക്കും കരാർ. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പലസ്തീൻ ഓക്കുപ്പൈഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഡീമിലിറ്ററൈസ്ഡ് ആയിരിക്കണം, ടെറർ ഫ്രീ ആയിരിക്കണം. ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ടണലും ബാക്കിയുള്ള ബങ്കറുകളും പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ടാകാൻ പാടില്ല. 2, ഇതിന് അമേരിക്ക ഏതാണ്ട് $30 ബില്യൺ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ചിലവാക്കും. ഇപ്പോൾ അതൊരുമാതിരി ശവപ്പറമ്പ് പോലെ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ശവപ്പറമ്പായിട്ട് നിൽക്കുന്ന സിനാരിയോ ആണ്. അതിന് മുഴുവൻ റീകൺസ്ട്രക്ട് ചെയ്യണം. പൂന്തോട്ടമാക്കും, എസ്റ്റേറ്റ് പണിയും, എന്നൊക്കെ റിസോർട്ട് പണിയും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, പക്ഷേ റീകൺസ്ട്രക്ഷൻ വേണം. അമേരിക്ക ഏതാണ്ട് $30 ബില്യൺ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുമുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണൻസ്. പാലസ്തീനിയൻ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടെ വേണം ഇതിനെ ഗവേൺ ചെയ്യാനായിട്ടും. അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ബോഡികളുടെ ഇടപെടലുകളും ഉണ്ടാവും. അതാണ് ഇപ്പോൾ നടക്കുന്ന ഹമാസും PLOയും തമ്മിലുള്ള ലഹളയുടെ കാരണം. ആർക്ക് മേൽക്കൈ കിട്ടും? യുദ്ധം ചെയ്യാനായിട്ട് ഹമാസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പലസ്തീൻ അതോറിറ്റിയും ഇതിനെ യുദ്ധം ചെയ്തിട്ടില്ലേ, അവരും ആയുധം എടുത്താണല്ലോ. ഇപ്പോൾ അതിൻ്റെ ലഹളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് ആയുധം കിട്ടും എന്ന് പറഞ്ഞ്. പണ്ട് PLO ഉണ്ടായിരുന്നപ്പോൾ അവരെ ഇതുപോലെ ആയുധം എടുത്ത് നേരിട്ട് ആണ് ഹമാസ് ശരിക്കും ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ട്രാപ്പുകളുണ്ട് വൈദ്യത്തെ. ഒന്നാമത്തെ കാര്യം, ദിസ് ഇസ് നോട്ട് ദ എൻഡ്, ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മിലിറ്ററി അഗ്രഷൻ ഇനി ഉണ്ടാവില്ല, മിലിറ്ററി ഇനി കടന്നു കയറരുത് എന്നൊക്കെ കരാറ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കടന്നു കയറാനുള്ള കാരണം ഇവരായിട്ടുണ്ടാക്കും. ഒക്ടോബർ 7 പോലുള്ള കിരാതമായ നടപടികൾ പലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും. അത് ഒരു കാരണമായെടുത്ത് തന്നെ ഇസ്രായേൽ കയറി തമ്മിൽ തല്ലി നശിപ്പിക്കുകയും ചെയ്യും. അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നൊരു സിനാരിയോ ഉണ്ടാവില്ല. അടുത്ത കാലത്തൊന്നും ഉണ്ടാവും എന്നെനിക്ക് പ്രതീക്ഷയില്ല. താല്പര്യമുണ്ട്, നടന്നു കണ്ടാൽ മതിയായിരുന്നു. സമാധാനം ഗസയിൽ പുലരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രതീക്ഷയില്ല. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ ഏതാണ്ട് 1000-ൽ പരം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവേശവും ഒക്കെയായിരുന്നു. ഹമാസ് പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കൽ, ആവേശം കൊണ്ട് നൃത്തം വയ്ക്കൽ, ഇങ്ങനെ കുറേ കലാപരിപാടികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ 7 ശേഷം ഇസ്രയേലിൻ്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ അതിന് വളരെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്.
അത് ഗസയിലെ ജനങ്ങളെ നന്നായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനൊപ്പം തന്നെ ഹമാസിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കളും ഇതോടുകൂടി കൊല്ലപ്പെട്ടു. അവരെയൊക്കെ ഇസ്രായേൽ വധിച്ചു. അത് ഇറാനിൽ പോയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ജോർദാനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇസ്രായേൽ കൃത്യമായി ചെയ്തു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഹമാസിന് നിരവധി അവരുടെ നേതാക്കളെ നഷ്ടപ്പെട്ടു. ഗാസയിൽ കൂട്ടക്കൊലകൾ തന്നെ ഉണ്ടായി. ഒരുപാട് ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ജീവിതം നഷ്ടമായി. സത്യത്തിൽ ഹമാസ് എന്ത് നേടി? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ക്രൂരതയുടെ പ്രൊപ്പോർഷനേറ്റായ തിരിച്ചടിയൊന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഒരു കിരാതമായ ഒരു നരവേട്ടയായിരുന്നു ഒക്ടോബർ 7, 2023 നടന്നത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതിന് ഒപ്പിച്ച് യാതൊരുവിധ ക്രൂരതയും ഇസ്രായേൽ കാണിച്ചിട്ടില്ല. യെസ്, യുദ്ധം നടക്കുന്നതിൻ്റെ നടുക്ക് കൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് മാറി നിൽക്കാതെ അവിടെ തന്നെ ജനം നിൽക്കുകയും അതിൻ്റെ മേളിൽ ഇസ്രായേലി ആക്ഷൻ ഉണ്ടാവുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഹ്യൂമൻ ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഗർഭിണികൾ, കുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയാൻ വേണ്ടി മാത്രം അവരെ അവിടെ കൊണ്ട് നിർത്തി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അപലപനീയമാണ്. അത് തീർത്തും അപലപനീയമാണ്. അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതും ക്രൂരതയാണ്. ഹമാസിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ്റെ ക്രൂരത തന്നെയാണ്. അത് ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന ദിവസം ഈ കെട്ടിടം ആക്രമിക്കപ്പെടും എന്ന് പറയുമ്പോൾ പോലും അത് അവിടെ നിന്ന് മാറാനോ ഒന്നും കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്രൂരത ശരിക്കും ഏകപക്ഷീയമായിട്ട് തന്നെ പലസ്തീൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണെന്നാണ് ഞാൻ പറയും. ഹമാസ് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസ് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഹമാസ് പോട്ടെ, പലസ്തീൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? പലസ്തീൻ എന്താണ് നേടിയിരിക്കുന്നത്? ഒന്നും നേടിയിട്ടില്ല. കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. സ്ഥലം ഉൾപ്പെടെയുള്ള, ജീവൻ ഉൾപ്പെടെയുള്ള ഇത് പോയിട്ടേ ഉള്ളൂ. അതുപോലെ നരേറ്റീവിന് വേണ്ടി ജീവനും സ്ഥലവും കുരുതി കൊടുക്കുന്ന പരിപാടി എന്ന് ഹമാസ് നിർത്തുമോ അന്ന് അവർ നന്നാവും. പക്ഷെ അത് പറ്റില്ലല്ലോ. കാര്യം ജൂത ജനതയോടുള്ള മതപരമായിട്ടുള്ള എതിർപ്പ്, വിരോധം, അത് മാറ്റിവെച്ചിട്ട് ഹമാസിനൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഹമാസിനൊരു ജീവിതമുണ്ടോ? അതാണ് ഐഡിയോളജി എന്ന് പറഞ്ഞ് ക്രൂരതയും വെറുപ്പും പടർത്തുന്നതാണ് ഐഡിയോളജി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഐഡിയോളജി എന്തെങ്കിലും ജയിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, കേരളത്തിൽ നിരവധി മനുഷ്യാവകാശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നൊരു കാര്യം, അതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത്, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ക്രൂര രാഷ്ട്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ വളരെ മോശം ഒരു രാഷ്ട്രമാണ്, ഒട്ടും മര്യാദയില്ലാത്തൊരു രാഷ്ട്രമാണ്, ദയയില്ലാത്ത രാഷ്ട്രമാണ്, ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ കയറി അവരുടെ ഒരു 10,000 പേരെ വെടിവെച്ച് കൊന്നാൽ അവരെങ്ങനെ പ്രതികരിക്കണം? അല്ല, ഇസ്രായേല് ക്രൂരമായ ഒരു രാഷ്ട്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആത്മഹത്യാപരമല്ലേ? ഈ ചെയ്യുന്നവരല്ല അതിൻ്റെ ഇത് അനുഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ചെയ്തവരെ ആയിരിക്കില്ലല്ലോ തെരഞ്ഞു പിടിച്ച് എന്താ പറയുക കൊല്ലുകയല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇവർ അണ്ടർഗ്രൗണ്ടിൽ പോകില്ലേ, ടണലുകളും ബാക്കിയുള്ള ഇതുമായിട്ട്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബാക്കി കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്രൗര്യം, ആ ഒരു ദയാരാഹിത്യം കാണിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വഴി നോക്കണം. ഈ ഗർഭിണികളെയും കുട്ടികളെയും സ്ത്രീകളെയും കുരുതി കൊടുക്കുന്നത് എന്തിനാണ്? അല്ല, അതിലും ചോദ്യം ഇതാണ് ഉയരുന്നത്. കാര്യം നിങ്ങൾക്കറിയാം, ഇവർ ഇങ്ങനെ ഒരു രാഷ്ട്രമാണോ, ഇവരെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ മറ്റേ കഫിയ തുടങ്ങിയത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഒരു യുദ്ധം ഉണ്ടായാൽ, ഇപ്പോൾ 2 പേര് തമ്മിൽ തല്ലുകൂടിയാൽ തന്നെ അയാൾ തിരിച്ച് തലോടാൻ പറ്റില്ലല്ലോ. ഒരാൾ തല്ലുകൊള്ളുന്ന ആൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ശത്രുവിനെ തീർക്കുക, അല്ലെങ്കിൽ എണീക്കാൻ വയ്യാതെ തറയിലിടുക, ഇല്ലെങ്കിൽ അയാൾ തിരിച്ചു തല്ലും. സ്വാഭാവികമാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ക്രൂരനായ ദയയില്ലാത്ത
ഒരു ശത്രുവിനെ വീട്ടിൽ കയറി അയാളെ തല്ലല്ല ചെയ്യുന്നത്, അയാളെ തല്ല മാത്രമല്ല ചെയ്യുന്നത്, അയാളെ വീട്ടിൽ കയറി അയാളുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചിട്ട് അതൊരു വൻ വിജയമാണെന്ന് പറഞ്ഞ് ഉദ്ഘോഷിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുമെന്ന് അറിയില്ലേ? അതെ, തിരിച്ചു വന്ന് കയറും. അത് മാത്രമല്ല, പിന്നെ അവിടെ കരച്ചിലിന്റെ കാര്യമില്ല. അവിടെ ഈ പറയുന്ന ഐക്യദാർഢ്യം കൊടുക്കുക, പറ്റുന്നവർ എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെ ഗാസയ്ക്ക് വേണ്ടി പോരാടുക, അല്ലെങ്കിൽ ഗാസയിൽ പോയി യുദ്ധം ചെയ്യുക, എങ്ങനെയാണോ വെച്ചാൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ മറ്റേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ദയനീയതയും അതിൻ്റെ പിന്നിൽ ഇരവാദവും ഒന്നും മുഴക്കിയിട്ട് കാര്യമില്ല. ഒരു യുദ്ധത്തിൽ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആക്രമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടത്തിയിട്ട് നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടിയും നിങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണം. തീർച്ചയായിട്ടും അതിനകത്ത് സംശയമൊന്നുമില്ല. മാത്രമല്ല, ഇപ്പോൾ ബിബി നെതന്യാഹു പറഞ്ഞല്ലോ, ദിസ് ഇസ് നോട്ട് ദി എൻഡ്. ഇത് ഈ ഒരു വെടിനിർത്തൽ കാര്യം ട്രംപിന്റെ അടുത്ത ഒരു സ്വപ്നമാണിത്. ഈ ഇതുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് ട്രംപിന് പോലും ഒരു പ്രതീക്ഷയില്ല. പിന്നെ അടുത്ത വർഷത്തെ നോബൽ സമ്മാനത്തിന് വേണമെങ്കിൽ എന്റെ പൊന്നേട്ടാ തമാശ. ട്രംപിന്റെ മറ്റേ പത്രസമ്മേളനം കണ്ടായിരുന്നോ? അയ്യോ എന്താ പൊന്നേട്ടാ, ഇത് PR എക്സർസൈസ് ആണ് ശരിക്കും. ആ പത്രസമ്മേളനം കണ്ടു കഴിയുമ്പോൾ അറിയാം ട്രംപ് ഈ ഒരു കരാറിനെ പറ്റി എന്തുമാത്രം സീരിയസ് ആണെന്ന്. UK പ്രധാനമന്ത്രിയെ ഞാൻ ഇരുപത് വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ അപമാനിക്കുക. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയ ജോർജിയ മെലോണിയോട് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ എന്ന്. എന്തെന്നായത് പബ്ലിക്കായിട്ട് മറ്റേ UK പ്രൈം മിനിസ്റ്ററോട് പറയുന്നത്, ഞാൻ വിളിച്ചിട്ട് 20 മിനിറ്റ് ഇങ്ങനെ ഓടിങ് എത്തി. അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. മറ്റേ ഷാബാസ് ഷെരീഫിന് അയാളോട് പറയാം, അന്നാള് ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതൊന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കട്ടെന്ന്. അങ്ങനെ അത് കേൾക്കാൻ പറ്റും. വളരെ എവിഡന്റ് ആയിട്ട് ആ പത്രസമ്മേളനത്തിൽ മൈക്കിന്റെ ഫ്രണ്ട് വന്നിട്ടാണ് ട്രംപ് ഷെഹബാസ് ഷെരീഫിനോട് പറയുന്നത്. ഏതാണ്ട് പറയുന്നുണ്ടല്ലോ, വന്നൊന്ന് പറഞ്ഞ് മൈക്കിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഷെഹബാസ് ഷെരീഫ് മൈക്കിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് തത്തമ്മ പറയുന്ന പോലെ, എന്തൊരു സുന്ദരനായ പ്രസിഡന്റ്, ഏറ്റവും പ്രിയപ്പെട്ട ട്രംപ് എന്ന പ്രസിഡന്റ് ഇങ്ങനെ ഭയങ്കര സംഭവമാണ്, ഇങ്ങനെ എത്രയോ യുദ്ധം നിർത്തി നിങ്ങൾക്ക് നോബൽ സമ്മാനം കൊടുക്കണം പറഞ്ഞാണ്. പിന്നെയും പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം അത് അതിന്റെ തൊട്ട് പുറയിലാണ് മെലോണി നിൽക്കുന്നത്. അവര് ഇങ്ങനെ പൊത്തി പിടിക്കുന്നത്, ഇങ്ങനെ ലിറ്ററലി അവരിങ്ങനെ പൊത്തി പിടിക്കുന്നത്. മെലോണിയുടെ ഫേസ് അറിയാമല്ലോ, അവരുടെ ഫേഷ്യൽ ഫീച്ചർ എന്ന് പറയാൻ ഭയങ്കര എക്സ്പ്രസീവാണ്. മനസ്സിലുള്ളത് മുഖത്ത് തെളിയും. അത് ഇങ്ങനെ പൊത്തി പിടിച്ചേക്കാണ് മെലോണി. സീരിയസ്ലി നടന്ന കാര്യം. ആ വീഡിയോ പോയി കണ്ടുപോയിക്കോ. ഇറ്റ്സ് എ ജോക്ക് മോർ ഓർ ലെസ്. അപ്പോൾ ഈ കരാറോടുകൂടി ഒന്നും തീരുന്നില്ല. ഇതിൻ്റെ രണ്ടാം ഘട്ടം വലിയ താമസമില്ലാതെ പലസ്തീനായിട്ട് തന്നെ എന്തെങ്കിലും കാണിക്കും. ഹമാസായിട്ട് തന്നെ പേരുകൾ മാറുമല്ലോ, ഡസൻറ്റ് മാറ്റർ. പലസ്തീനായിട്ട് തന്നെ എന്തെങ്കിലും കാണിക്കും. പേരുകൾ ഇറലവൻ്റ് ആണ്. ചുരുക്കം പറഞ്ഞാൽ വീണ്ടും പശ്ചിമേഷ്യയിൽ വലിയ താമസം താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു. ട്രംപ് പതിയെ കോൺട്രാക്ടർമാരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പണിയൊക്കെ തുടങ്ങുമായിരിക്കും. ബാക്കി എന്തുമാത്രം ഇത് മുമ്പോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയണം ഭയത്തെ.